ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ പേര് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ കാരണം എങ്ങനെയാണോ നിലനിന്ന് വന്നത്, അതേപോലെ അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ പേര് വളരെ നല്ല രീതിയിൽ നിലനിന്ന് പോകുന്ന ചില ആൾക്കാർ മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവർ മരിച്ചതിന് ശേഷം അവരുടെ പേര് നല്ല രീതിയിൽ നിലനിന്ന് പോകുന്ന ചില ആൾക്കാരുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് പ്രിൻസസ് ഡയാന. നിങ്ങളെന്നും ബ്രിട്ടനിൽ പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരാളിനെ കൊണ്ട് രാജകുടുംബത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പറയാൻ പറഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും അവർ ആദ്യം തന്നെ പ്രിൻസസ് ഡയാന എന്ന പേര് പറയും. കാരണം വേറെ ഒന്നുമല്ല, പ്രിൻസസ് ഡയാന അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഡയാന ജനിച്ചത് തന്നെ ഒരു പ്രിൻസസ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഡയാന ജനിച്ചത് ഒരു നോബൽ കുടുംബത്തിലായിരുന്നു. നോബൽ ഫാമിലി എന്ന് വെച്ചാൽ റോയൽ ഫാമിലിയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമില്ലാത്ത ഒരു ഫാമിലിയാണ് നോബൽ ഫാമിലി. ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ പറയില്ലേ, അച്ഛൻ്റെ ചെറിയ കുടുംബത്തിലെ ഒരാളുടെ മോളുടെ, അങ്ങനെ പറയില്ലേ. അതുപോലെയാണ് നോബൽ കുടുംബവും റോയൽ ഫാമിലിയും തമ്മിലുള്ള ബന്ധം. ജോൺ സ്പെൻസർ, ഫ്രാൻസിസ് സ്പെൻസർ എന്ന 2 വ്യക്തികൾക്ക് ജനിച്ച 5 കുട്ടികളിലെ 4ാമത്തെ കുട്ടിയാണ് ഡയാന. ഇവർക്കിട്ട 4ാമത്തെ കുട്ടി ആൺകുട്ടിയാവുമെന്ന് വിചാരിച്ചെങ്കിലും വന്നത് പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഡയാന ജനിച്ചത് അവരുടെ ഫാമിലിക്ക് അത്ര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഡയാനയ്ക്ക് 6 വയസ്സുണ്ടാകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും ലീഗലായി ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡയാനയുടെ കുട്ടിക്കാലം എന്നത് അത്ര നല്ല രീതിയിലല്ല കഴിഞ്ഞു വന്നത്. ഡയാനയുടെ പഠനകാലത്ത് ഡയാന പഠനത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് സോഷ്യൽ വർക്കുകളിലായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രിട്ടീഷ് ഡാൻസ് സ്കൂളിൽ ഡാൻസ് ടീച്ചറായി പോയിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബേബി സിറ്ററായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലേ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരം സോഷ്യൽ വർക്കുകളിൽ ഡയാന ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കുകളിൽ ഡയാന ഏർപ്പെട്ടതുകൊണ്ട് തന്നെ ഡയാന എല്ലാവരോടും ഭയങ്കര ഹമ്പിളായിരുന്നു, വളരെ സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു ഹോളിഡേ ഫംഗ്ഷനിൽ വെച്ച് എലിസബത്തിൻ്റെ മകനായ ചാൾസ് പ്രിൻസസും ഡയാനയും ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടാൻ ഇടയായി. ശരിക്കും ആ ഒരു കണ്ടുമുട്ടലാണ് വെറും ഡയാനയായിരുന്ന ഡയാനയെ ഒരു പ്രിൻസസ് ഡയാനയാക്കി മാറ്റിയ ഒരു മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഡയാനയും ചാൾസും കണ്ടുമുട്ടുമ്പോൾ ഡയാനയ്ക്ക് 16 വയസ്സും ചാൾസിന് 29 വയസ്സുമായിരുന്നു. അങ്ങനെ അവരുടെ കണ്ടുമുട്ടലിന് ശേഷം അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതിനുശേഷം അവർ ഫസ്റ്റ് ഡേറ്റിങ്ങിന് പോയി, സെക്കൻഡ് ഡേറ്റ് പോയി, തേർഡ് ഡേറ്റ് പോയി. അതിനുശേഷം അവരൊരു നല്ല റിലേഷനിലേക്ക് കടന്നു. പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ഇവരുടെ ഫാമിലിയിൽ അറിയിച്ചതുകൊണ്ട് തന്നെ ഡയാന ഒരു നോബൽ കുടുംബത്തിലെ ഒരാളായതുകൊണ്ടും ഇവരുടെ റിലേഷനിൽ ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവരുടെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെറും 5 മാസത്തിനുള്ളിൽ ഇവരുടെ കല്യാണവും കഴിഞ്ഞു. എന്നാൽ ആ കല്യാണം എന്നത് ഒരു സാധാരണ കല്യാണമായിരുന്നില്ല. ഈ അടുത്ത് അമ്പാൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അതേപോലെ ഒരു റിച്ചസ്റ്റ് കല്യാണമായിരുന്നു അന്ന് നടന്ന ഡയാനൻ്റെ കല്യാണം. ഡയാൻ്റെയും ചാൾസിൻ്റെയും കല്യാണം ആ കാലഘട്ടത്തിൽ തന്നെ TV-യിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഒന്നാണ്. ആ ലൈവ് ടെലികാസ്റ്റ് ഏകദേശം 75 കോടി ആൾക്കാർ ലൈവിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ കല്യാണം നടക്കുന്ന ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാർ ആ കല്യാണം കാണാൻ വേണ്ടി മാത്രം നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതൊരു കല്യാണത്തിൽ നടക്കാത്തൊരു കാര്യം അന്ന് ആ കല്യാണത്തിൽ നടന്നു. അതെന്താണ് ചോദിച്ചാൽ, ചർച്ച് ഫാദർ ചെക്കനെയും പെണ്ണിനെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ആ ചടങ്ങിൽ ചർച്ച് ഫാദർ ആ കല്യാണ പെണ്ണിനോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വാക്ക് കേട്ട് അവർക്ക് കീഴ്പ്പെട്ട് പോകുമോ എന്നൊരു ലൈൻ വരും. എന്നാൽ ആ ലൈന് ചോദിക്കാൻ പാടില്ല എന്ന് ചാൾസിനോട് ഡയാന പറയും. അത് ചാൾസും സമ്മതിക്കും. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ അവർക്കൊരു കുട്ടി ജനിക്കുന്നു, പ്രിൻസ് വില്യം. അങ്ങനെ പ്രിൻസ് വില്യം ജനിച്ചു കഴിഞ്ഞ് അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രിൻസ് ഹാരി എന്ന 2ാമത്തെ കുട്ടിയും ജനിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഡെമോക്രസി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ലീഡേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വോട്ടിലൂടെയാണ്. എന്നാൽ ബ്രിട്ടനിൽ അങ്ങനെയല്ല. ബ്രിട്ടനിൽ റോയൽ ഫാമിലി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടൻ ഭരിക്കുന്നത് സ്വാഭാവികമായി റോയൽ ഫാമിലിയിലെ ഒരാൾ തന്നെ ആയിരിക്കും. അതായത് ഒരു രാജാവും ഒരു രാജ്ഞിയും ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞായിരിക്കും അടുത്ത റൂളർ. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വരും. ഇതാണ് റോയൽ ഫാമിലി റൂൾ. എന്നാൽ ആ സമയത്ത് റോയൽ ഫാമിലിയിലെ എല്ലാവർക്കും അത്യാവശ്യം വയസ്സായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാത്രമായിരുന്നു വയസ്സാവാതെ യങ് ആയിട്ടുണ്ടായിരുന്ന ഒരേ ഒരാൾ. അതാണ് ഡയാന. ഡയാനയെ ശരിക്കും എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ കാരണം ഡയാന ഒരു പ്രിൻസസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടോ മാത്രമല്ല. ഡയാന എന്നത് വെറും രാജകുടുംബത്തിലെ ഒരാൾ മാത്രമല്ല, അവർ ജനങ്ങൾക്കിടയിൽ നിന്നും വന്ന ഒരാളാണ്. ശരിക്കും ഡയാന റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരാളാണെങ്കിലും അവർ വന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്നായിരുന്നു. അങ്ങനെ ഡയാന തൻ്റെ പവറും മണി ഉപയോഗിച്ച് വളരെയധികം നല്ല കാര്യങ്ങൾ ബ്രിട്ടനിൽ ചെയ്യാൻ തുടങ്ങി. ഡൊമസ്റ്റിക് വയലൻസ് തടഞ്ഞു, ലെപ്രസി എന്ന രോഗം തടഞ്ഞു, ക്യാൻസർ പേഷ്യൻസിനെ നേരിട്ട് പോയി ചികിത്സിച്ചു.
അതുമാത്രമല്ല ആ കാലത്ത് HIV രോഗമുള്ള ആൾക്കാരെ തൊട്ടാൽ ആ രോഗം നമ്മൾക്കും വരുന്നൊരു ചിന്തയുണ്ടായിരുന്നു ആൾക്കാർക്ക്. എന്നാൽ ഡയാന പ്രിൻസസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ HIV രോഗമുള്ള ആൾക്കാരെ പോയി കണ്ട് സംസാരിച്ച് തൊട്ട് സംസാരിച്ച ഒരാൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഡയാന വെറും പ്രിൻസസ് എന്നല്ല, പീപ്പിൾ പ്രിൻസസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്ര നേരവും ഞാൻ പ്രിൻസസ് ഡയാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡയാന ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നത്? എന്നാൽ ഡയാന ആ പാലസിൻ്റെ ഉള്ളിൽ അത്ര നല്ല രീതിയിലല്ല ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഡയാന പ്രിൻസസ് ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമായിരുന്നു. ആ ഇൻ്റർവ്യൂവിലെല്ലാം താൻ പാലസിൻ്റെ ഉള്ളിൽ അത്ര ഹാപ്പി ആയിട്ടില്ല ഇരിക്കുന്നത് എന്നതിൻ്റെ ഒരു ക്ലൂ എല്ലാ ഇൻ്റർവ്യൂവിലും ഡയാന കൊടുക്കുമായിരുന്നു. അങ്ങനെ 1995 ഡയാന കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഡയാന പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് ആരും കാണില്ല, അത് ആരും മൈൻഡ് ചെയ്യില്ല. എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ ആ പാലസിലുള്ള എല്ലാവരും എന്നെ കുറ്റം പറയും എന്ന് ഡയാന ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡയാന തൻ്റെ പാലസിൻ്റെ പുറത്ത് വന്നാൽ സംസാരിക്കാനും സ്നേഹിക്കാനും ഒരു ലോഡ് ആൾക്കാരുണ്ടെങ്കിലും ഡയാന ആ പാലസിൻ്റെ ഉള്ളിൽ സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയാനയ്ക്ക് മെൻ്റൽ ഹെൽത്തും ബോഡി ഹെൽത്തും നന്നായി ബാധിച്ചിരുന്നു. ഡയാന പാലസിൽ ഇത്രയും വലിയ പ്രഷർ അനുഭവിച്ചതുകൊണ്ട് തന്നെ ഡയാനയ്ക്ക് ബുളിമിയ എന്നൊരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു. ശരിക്കും ഡയാനയ്ക്ക് ബുളിമിയ എന്നീ രോഗം വരാനുള്ള ഒരു മെയിൻ കാരണം തൻ്റെ ഭർത്താവായ ചാൾസ് പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ്. ഡയാനയും ചാൾസും ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാൾസ് ഡയാനയുടെ വയറ്റിൽ നോക്കി പറഞ്ഞു, യു ലിറ്റിൽ ചബി, അതായത് ഈ കുറച്ച് തടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ആ വാക്ക് പറഞ്ഞത് മുതലാണ് ഡയാനയ്ക്ക് ഈറ്റിംഗ് ഡിസോർഡർ എന്ന രോഗം വന്നത്. അങ്ങനെ ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഡയാന എന്ത് കഴിച്ചാലും ഞാൻ തടി വയ്ക്കുമോ എന്ന് പേടിച്ച് ഡയാന കഴിച്ച ഭക്ഷണമെല്ലാം അപ്പം തന്നെ ഛർദ്ദിച്ച് കളയുമായിരുന്നു. ഇതാണ് ശരിക്കും ബുളിമിയ എന്ന രോഗം. അങ്ങനെ റോയൽ ഫാമിലി മൊത്തം ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാൾസിനോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കും, നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഡയാനയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഡയാനയുടെ ഭർത്താവ് ചാൾസ് തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഏത് തരം റിലേഷനെ പറ്റിയാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കും. ചാൾസ് പറഞ്ഞ ആ ഉത്തരത്തിൽ തന്നെ അറിയാം ചാൾസും ഡയാനയും അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്ന്. ചാൾസിന് ശരിക്കും ഡയാനയല്ലാതെ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതാണ് കമീല പാർക്കർ. ചാൾസ് ശരിക്കും ആദ്യം വിചാരിച്ചിരുന്നത് കമീലയെ കല്യാണം കഴിക്കാം എന്നായിരുന്നു. എന്നാൽ രാജകുടുംബത്തിലെ ആരെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ആ വ്യക്തി രാജകുടുംബത്തിൽ തന്നെ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി വെർജിൻ ആയിരിക്കണം. എന്നാൽ കമീല ചാൾസിനെ പ്രണയിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമീലയ്ക്ക് വെർജിനിറ്റിയും ആ സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമീലയുമായിട്ടുള്ള ബന്ധം റോയൽ ഫാമിലി എതിർത്തു. അങ്ങനെ റോയൽ ഫാമിലി കമീലയുമായിട്ടുള്ള ബന്ധം എതിർത്തത് കൊണ്ട് തന്നെ അവർ ആ റിലേഷൻ വേണ്ടാന്ന് വെച്ചു. എന്നാൽ മുഴുവനായി വേണ്ട വെച്ചില്ല. അങ്ങനെ ആ ബന്ധം നിർത്താത്തത് കൊണ്ട് തന്നെ ചാൾസും ഡയാനയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രിട്ടനിലെ എല്ലാ പത്രങ്ങളിലും എല്ലാ മാസികകളിലും എല്ലാ റെക്കോർഡ്സിലും ഒരു ഫോൺ കോൾ റെക്കോർഡ് ലീക്കായി. അത് ആരുടെ ഫോൺ കോൾ റെക്കോർഡാണെന്ന് ചോദിച്ചാൽ ചാൾസും ചാൾസിൻ്റെ പഴയ എക്സുമായ കമീലയും തമ്മിലുള്ള ഒരു ലേറ്റ് നൈറ്റ് ബെഡ് കോൺവെർസേഷൻ ആയിരുന്നു അന്ന് ലീക്കായത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഡയാന കമീലയുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും റിലേഷനിലുണ്ടോയെന്ന്. കമീലയും അത് ഉണ്ട് എന്ന് സമ്മതിച്ചു. ഡയാനയ്ക്ക് പാലസിലുള്ള പ്രഷറും തൻ്റെ റിലേഷൻ ബ്രേക്ക് ആയതിൻ്റെ സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഡയാനയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു. എന്നാൽ ആ ട്രൈ സക്സസ്ഫുൾ ആയില്ല. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ 1996 ഡയാനയും ചാൾസും ലീഗലി ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞു. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഡയാന ഒരു വർഷത്തിന് ശേഷം വേറൊരു റിലേഷൻ തുടങ്ങി. അയാളുടെ പേരായിരുന്നു ഡോഡി അൽ ഫൈഡി. ഡോഡി അൽ ഫൈഡി എന്നയാൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, അതായത് ഡയാനയുടെ എക്സ് ഹസ്ബൻഡായ ചാൾസ് കളിച്ചിരുന്ന പോളോ ടീം ഉണ്ടല്ലോ, ആ ടീമിൻ്റെ ഓപ്പോസിറ്റ് കളിച്ച ടീമിലെ ക്യാപ്റ്റനാണ് ഡോഡി അൽ ഫൈഡി. അങ്ങനെ ഡയാനയും ഡയാനയുടെ നിലവിലെ ബോയ് ഫ്രണ്ടായ ഡോഡിയും കൂടി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനെത്തി. ആ സമയത്ത് എപ്പോഴും കൂടെയുള്ള മീഡിയ അന്നും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പത്രക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്ന് ഇവർ കാറിൽ കയറി. ആ കാറിൻ്റെ ഡ്രൈവറും ഡയാനയും ഡയാനയുടെ ബോയ് ഫ്രണ്ടും ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. ആകെ മൊത്തം 4 ആൾക്കാർ. ഇവർ ആ പത്രക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേഗം ഈ കാറിൽ കയറി പോയെങ്കിലും ഇവർ ആ സമയത്ത് സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സ്പീഡ് ലിമിറ്റിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിലായിരുന്നു അന്ന് പോയത്, ഏകദേശം 150 km/h വേഗതയിൽ. ആ കാറിൻ്റെ അമിതമായ വേഗത കാരണം ആ കാറ് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ആയി. എന്നാൽ ആ ആക്സിഡൻറ്റിൽ ഡയാനയുടെ ബോയ് ഫ്രണ്ടും ആ ഡ്രൈവറും ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എന്നാൽ ഡയാനയെയും ഡയാനയുടെ ബോഡി ഗാർഡിനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡയാനയുടെ ബോഡി ഗാർഡ് രക്ഷപ്പെട്ടു. എന്നാൽ 36 വയസ്സുള്ള ഡയാന ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു.